ലോകത്തെ നമ്പർ 1 കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ക്യാൻസറും ഡയബറ്റീസും ഒന്നും അല്ല. നമ്പർ 1 കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് സെപ്റ്റിക് ഷോക്ക് എന്ന കണ്ടീഷനാണ്. വെൽത്തി വെനസ്ഡേയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഐ സ്റ്റോപ്ഡ് ഈറ്റിംഗ് ഔട്ട്സൈഡ് ഫുഡ് ഫോർ 3 months ബട്ട് സ്റ്റിൽ ഫേസിങ് ബ്ലോട്ടിംഗ് ആൻഡ് അസിഡിറ്റി. ഈസ് ഗട്ട് റിപ്പയർ നീഡഡ് എന്നാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം നിർത്തിയത് കൊണ്ട് നിങ്ങളുടെ ഗട്ട് പ്രോപ്പർ ആയിരിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണ ആദ്യം മാറ്റുക. എന്താണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഗട്ടിന് ഇഷ്യൂസ് വരാതിരിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പുറത്തുനിന്ന് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പാം ഓയിലും സൺഫ്ലവർ ഓയിലും ഇല്ലാത്ത ഫുഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഗട്ട് ഒരുവിധം സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. മറിച്ച് വീട്ടിനകത്ത് തന്നെ നിങ്ങൾ പലപ്പോഴും വീറ്റ്, ഗ്ലൂട്ടൻ കൂടുതലായിട്ടുള്ള ഫുഡ് എടുക്കുകയാണെങ്കിൽ ഗട്ട് ഡിസ്ബയോസിസ് വരാം. സീഡ്സ്, ചിയ സീഡ്, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള സീഡ്സ് എല്ലാം ഡൈജസ്റ്റീവ് പവർ കുറയ്ക്കുക അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് കൂട്ടുന്ന ഫുഡ് ഐറ്റം തന്നെയാണ്. ഗട്ട് ഇഷ്യൂസ് ഉള്ളവർ, ഗ്യാസ് പ്രോബ്ലം, ബെൽച്ചിങ് ഉള്ളവരൊക്കെ ഇത്തരത്തിലുള്ള സീഡ്സ് അവോയ്ഡ് ചെയ്യുക. ബനാന, കിവി, ഇവ രണ്ടും ഗട്ട് ഇഷ്യൂസ് ഉള്ളവർ പാടെ അവോയ്ഡ് ചെയ്ത് നിർത്തുക. കാരണം പലപ്പോഴും ഞാനിവിടെ എൻ്റെ പല പേഷ്യൻസിലും ഹാർട്ട് ബേൺ, നെഞ്ചരിച്ചിലുള്ളവരിൽ ബനാന, ഏത്തപ്പഴം, ചെറുപഴം ഇതൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് അസിഡിറ്റിയും ബെൽച്ചിങ് പ്രോബ്ലം കൂടുന്നതായിട്ട് ഞാൻ കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗട്ടിലെ കോളനിലുള്ള 2 വെറൈറ്റിയിലുള്ള സെൽസ്, കോശങ്ങളാണ്. ഒന്ന് കോളംനാർ സെൽസും മറ്റൊന്ന് ഒബ്ലിഗേറ്റ് സെൽസുമാണ്. അതായത് ഒരു ടൈലിൻ്റെ ഗ്രൂ പോലെയാണ് ഈ ഒബ്ലിഗേറ്റ് സെൽസ്. പലപ്പോഴും ഈ ഗ്രൂ അല്ലെങ്കിൽ ആ ഒബ്ലിഗേറ്റ് സെൽസ് ഡാമേജ് ചെയ്യുമ്പോഴാണ് ഈ ലീക്കി ഗട്ട് എന്ന ഇഷ്യൂയിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, ലോകത്തെ നമ്പർ 1 കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ക്യാൻസറും ഡയബറ്റീസും ഒന്നും അല്ല. നമ്പർ 1 കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് സെപ്റ്റിക് ഷോക്ക് എന്ന കണ്ടീഷനാണ്. അത് ചിലപ്പോൾ ഡയബറ്റിക് ഉള്ളവരിൽ വരാം, അത് ചിലപ്പോൾ ക്യാൻസർ ഉള്ളവരിൽ വരാം, അത് ഹാർട്ട് ഡിസീസ് ഉള്ളവരിൽ വരാം. എന്താണ് സെപ്റ്റിക് ഷോക്കിൻ്റെ റീസൺ? സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുന്നത് ലീക്കി ഗട്ട് വഴി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോടോക്സിൻസിൽ നിന്നും ആവിർഭവിച്ച ഒരു ഡിസീസാണ്. സോ പലപ്പോഴും കൊളംനാർ സെൽസും ഒബ്ലിഗേറ്റ് സെൽസും പ്രോപ്പർ ടൈറ്റാക്കി തന്നെ വെക്കുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യം. ഈ കൊളംനാർ സെൽസും ഒബ്ലിഗേറ്റ് സെൽസും വളരെ ടൈറ്റായിട്ട് ലീക്കി ഗട്ട് ഇല്ലാതെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ഉണ്ട്. അതിൻ്റെ പേര് ഗ്ലൂട്ടമീൻ എന്നാണ്. ഈ ഗ്ലൂട്ടമീൻ ഏറ്റവും കൂടുതലുള്ള ഒരു ഫുഡ് ഞാൻ പറയട്ടെ, ബീഫ്.